Hi, hello, and welcome back to another episode of Leap by IAS Factor. So, ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. Here is the first question. Consider the following statements about International Big Cat Alliance. International Big Cat Alliance-നെ കുറിച്ചിട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻവയൺമെന്റ് ബേസ് ചെയ്തിട്ട് എന്ത് ന്യൂസ് നമ്മൾ പത്രത്തിൽ കണ്ടാലും പ്രത്യേകിച്ച് ഹിന്ദുവിൽ കണ്ടാലും അത് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചിരിക്കണം. അതിനെക്കുറിച്ച് ഒരു ബേസിക് ഗൂഗിൾ സെർച്ച് നടത്തണം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഓർഗനൈസേഷൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബേസിക് ഗൂഗിൾ സെർച്ച് മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെയൊക്കെ 2 or 3 മിനിറ്റ്സ് ഗൂഗിൾ സെർച്ച് മാത്രം നടക്കുക. ആ ഓർഗനൈസേഷൻ എന്താണ്, എന്തിനെയൊക്കെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു, എങ്ങനെ നിലവിൽ വന്നു, ആരൊക്കെയാണ് മെമ്പേഴ്സ് ഉള്ളത്, എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്ത്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ല ഒരുപാട് ഡെപ്തിലേക്കൊന്നും ഇറങ്ങി പോകേണ്ട കാര്യമില്ല. ഓക്കെ, നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ടു കൺസേർവ് വേൾഡ്സ് 7 ബിഗ് കാറ്റ് സ്പീഷീസ്. സോ ഇവിടെ നമ്മൾ സ്ഥിരം എടുക്കുന്ന പോലെയൊക്കെയാണ് കൺഫ്യൂസിംഗ് ആയിട്ട് വരാനുള്ള സാധനം ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് ഡൗട്ട് അടിക്കാം. പിന്നെ കൺസേർവ്സ് വേൾഡ്സ് 7 ബിഗ് കാറ്റ് സ്പീഷീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 2 ഏരിയയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള ചാൻസ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒന്നുകിൽ അത് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലാതിരിക്കാം, അതൊരു ചാൻസ്. രണ്ടാമത് 7 ബിഗ് കാറ്റ് സ്പീഷീസ് ആണോ, ആ എണ്ണം ഒരു നമ്പർ ആണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പൊ 7 ആണോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റാം. ഓക്കെ, സോ ലോജിക്കലി ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, അവിടെ തന്നെ വെക്കുകയാണെന്ന് കരുതുക. സെക്കൻഡ് വൺ നോക്കുക, സെക്രട്ടേറിയറ്റ് ഓഫ് ദി അലയൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നൈറോബി. സോ സ്വാഭാവികമായിട്ടും എന്താണ്, അതൊരു ഫാക്ട് തന്നിരിക്കുകയാണ്, നമുക്കൊരു ഐഡിയയും ഇല്ല. ഇനി ലാസ്റ്റ് വൺ നോക്കൂ, ഇന്ത്യ ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദി അലയൻസ്. ഇന്ത്യ ഈ അലയൻസിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ് എന്നാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ ഒരു നോർമൽ UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു കാര്യം എവിടല്ല, ഞാൻ പറയുന്ന വല്ലപ്പോഴുമെങ്കിലും പത്രം വായിക്കുന്ന, വല്ലപ്പോഴുമെങ്കിലും ഇതിനെക്കുറിച്ച് ന്യൂസ് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും എന്തെങ്കിലും കറണ്ട് അഫയർ കമ്പൈലേഷൻ തിരിഞ്ഞു നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് നിലവിൽ വന്നിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിൽ? ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് നിലവിൽ വന്നിരിക്കുന്നത്. സോ ഇന്ത്യ ഒരു മേജർ പാർട്ട്ണർ ആണ്, അല്ലെങ്കിൽ മേജർ റോൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ തേർഡ് വൺ എന്തെടുക്കും, നമ്മൾ അങ്ങ് ടിക്കിടും. നമ്മൾ. ഓക്കെ, അത്രയും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പായിട്ടും അറിയാം ഇതിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നൈറോബി കെനിയയിലല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ ബേസിക്, ഒരിക്കലെങ്കിലും ഇത് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ഇൻ ന്യൂ ഡൽഹി. സോ 2 ഞാൻ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. 2 എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? 2 എലിമിനേറ്റ് ചെയ്തു, ഇവിടുന്നും 2 എലിമിനേറ്റ് ചെയ്തു, ഇവിടുന്നും 2 എലിമിനേറ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് മൈ ആൻസർ ഇസ് 1 and 3. 1ഉം 3യുമാണ് റൈറ്റ് ആൻസർ. കൂടുതൽ നോക്കൂ ഫാക്ട് ബോക്സിലേക്ക്. It was launched by India in April 2023 during the 50th anniversary of Project Tiger. കണ്ടോ, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രോഗ്രാമുകളിൽ ഒന്നിന്റെ 50th ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ലോഞ്ച് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിയാൽ അറിയാം, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കി അസോസിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാകാൻ പിന്നീട് ചെല്ലുന്ന ഒരു അവസ്ഥയാണ്. ആദ്യകാലത്ത് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ എന്താ പറയണ്ട, ആദ്യകാല നേതാക്കളിൽ ഒരാൾ നമ്മളുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരുന്നു. അതിനുശേഷമുള്ള കാലം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പിന്നീട് ചെന്ന് കയറുന്ന ഒരു അവസ്ഥയൊക്കെ അതിൽ നിന്നും മാറി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എടുക്കുക, സെയിം ആണ്. ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു ഇന്റർനാഷണൽ അലയൻസ് വരുന്നത്. അതേപോലെ ഇന്ത്യ ബാക്കി ലോകത്തുള്ള പല രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയതായിട്ട് രൂപീകരിച്ച 2023 രൂപീകരിച്ച ഒരു അലയൻസ് ആണ് എന്ത്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. കാരണം ഇന്ത്യയിൽ ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ട്, ബിഗ് കാറ്റ്സ് ഉണ്ട് അല്ലേ? ഈവൻ ലയൺ ഗിർലുണ്ട്. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ പ്രദേശത്തും എന്താണ്, നമുക്ക് ടൈഗർ പോപ്പുലേഷൻ ഉണ്ട്, ലെപ്പേർഡ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പം ബിഗ് കാറ്റ്സിന്റെ വലിയൊരു പോപ്പുലേഷൻ ഇന്ത്യ ഉള്ളത് കാരണം ഇന്ത്യ അതിന് നേതൃത്വം കൊടുത്തു. സോ
എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ പ്ലേസ് ചെയ്തു ഇന്ത്യ നേതൃത്വത്തിൽ. ഇനി 7 ബിഗ് കാറ്റ് സ്പീഷീസ് ആണോ? ആണ് എന്ന് നമുക്ക് കിട്ടി. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് ടൈഗർ, ലയൺ, സ്നോ ലെപ്പേർഡ്. കണ്ടോ, സ്നോ ലെപ്പേർഡിനകത്ത് കയറി വരുന്നുണ്ട്. നമ്മുടെ ഹിമാലയൻ റീജിയൻസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ലെപ്പേർഡ് വിഭാഗമാണ് സ്നോ ലെപ്പേർഡ്. സ്നോ ലെപ്പേർഡ് കൺസർവേഷനായിട്ട് ഒരുപാട് പദ്ധതികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ വലിയൊരു പേപ്പറൊക്കെ അതിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വലിയ രീതിയിൽ സ്നോ ലെപ്പേർഡിന്റെ പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയുണ്ടായി. പിന്നെ ലെപ്പേർഡ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. ജാഗ്വർ, പ്യൂമ ആൻഡ് ചീറ്റ. ചീറ്റ പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ഓൾറെഡി UPSC ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ സാധനം. അപ്പൊ ഇത്രയും ഈ 7 ബിഗ് കാറ്റ് സ്പീഷീസിനെ കൺസർവ് ചെയ്യാനായിട്ടാണ് എന്ത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ആരും മറന്നു പോകരുത്, ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാ നോക്കൂ, അതിന്റെ ലോഗോയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം 6 ആണോ 5 ആണോ 4 ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാത്തിലും നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിലിംസിലെ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാനൊക്കും. നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ഹു എമംഗ് ദി ഫോളോയിങ് ക്യാൻ രജിസ്റ്റർ ഫോർ നാഷണൽ പെൻഷൻ സിസ്റ്റം? ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്നതിൽ വലിയൊരു പ്രൊജക്റ്റാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലേ. നേരത്തെ ഈ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ള ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അതിൽ നിന്നും മാറി സാധാരണക്കാർക്കും അവരുടെ ഭാവിയിൽ ഒരു പെൻഷൻ വേണം എന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൽ 4 ടൈപ്പ് ഓഫ് ആളുകളെ തന്നിട്ടുണ്ട്. മൈനേഴ്സ്, കോർപ്പറേറ്റ് എംപ്ലോയീസ്, ഫോറിനേഴ്സ്, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. ഇതിൽ ആർക്കൊക്കെ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമായിരുന്നു, ഇപ്പോൾ സാധാരണക്കാർക്കും പറ്റും എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കോർപ്പറേറ്റ് എംപ്ലോയീസിനകത്ത് ടിക്ക് ചെയ്യാം അല്ലേ. പ്രൈവറ്റ് കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പെൻഷൻ സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ വന്നതാണല്ലോ നാഷണൽ പെൻഷൻ സിസ്റ്റം. അപ്പോൾ NPSലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെയും കിടപ്പുണ്ട് മൈനേഴ്സ്. മൈനറിന് പറ്റുമോ? ഫോറിനറിന് പറ്റുമോ? നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് പറ്റുമോ? ഇത്രയും ചോദ്യങ്ങൾ. ഇങ്ങനത്തെ ബേസിക് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന, സാധാരണ UPSCയുടെ മാഗസിൻസ് ഒന്നും ഇറക്കുമ്പോൾ അതിനകത്ത് പെടാത്ത ചില ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് എക്കണോമിയിൽ നിന്നൊക്കെ UPSC ചോദിക്കുന്ന സ്ഥിരം പതിവുണ്ട്. ആ ഒരു ലൈൻ പിടിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം റിലേറ്റ് ചെയ്ത് ന്യൂസ് വരാം. കാരണം റീസെൻ്റ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലെയും അടൽ പെൻഷൻ യോജനയിലെയും നെറ്റ് അസറ്റ് വാല്യൂ വലിയൊരു തുക ക്രോസ് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ്. അതായത് ആ ഫണ്ടിന്റെ വാല്യൂ ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലും അടൽ പെൻഷൻ യോജനയിലുമുള്ള അസറ്റ്സിന്റെ വാല്യൂ വലിയ രീതിയിലേക്ക് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സോ അതൊരെന്താണ്, ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയും ഹ്യൂജ് നമ്പർ ഓഫ് ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യവും UPSC പ്രിലിംസിൽ ചോദ്യമാക്കും. അപ്പോൾ ഇതും അതുപോലെ ഹ്യൂജ് നമ്പർ ഓഫ് ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളതാണ്. സോ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വെക്കണം എന്തൊക്കെയാണ്. മൈനേഴ്സിനുണ്ട്, അത് സ്പെഷ്യലായിട്ട് തന്നെ NPS വാത്സല്യ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഒരു സ്കീം തന്നെ മൈനറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി ഡൗട്ട് അടിക്കുന്നത് ഫോറിനറും നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും. വെറും ലോജിക്കലി തിങ്ക് ചെയ്താൽ എന്താണ്, നമുക്ക് 3 അങ്ങ് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. നമ്മുടെ രാജ്യത്ത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെൻഷൻ സിസ്റ്റമാണ്. അവിടെ വിദേശിക്ക് കയറിയിട്ട് പൈസ ആയിട്ട് ഭാവിയിൽ പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പെൻഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. അത് പെൻഷൻ ലഭിക്കാത്ത, അതായത് സർക്കാർ ജോലിയിലല്ലാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു പെൻഷൻ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിനറിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോറിനറിനെ എലിമിനേറ്റ് ചെയ്താൽ ഇത് പോയി ബാക്കി എന്തുണ്ട്? ഓപ്ഷൻ ബി 1, 2 and 4. ദാറ്റ് മീൻസ് നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും എന്തുണ്ട്, NPSൽ ജോയിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. കണ്ടോ, മൈനേഴ്സിന്റെ NPSന്റെ പേര് NPS വാത്സല്യ എന്നാണ്. NRIസിനും ഓവർസീസ് കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കും OCIക്കാർക്കും എന്ത് ചെയ്യാം, NPSൽ ജോയിൻ ചെയ്യാം ബിറ്റ്വീൻ 18 and 70 years. 18 മുതൽ 70 വയസ്സ് വരെയുള്ള NRIസിനും OCIസിനും എന്താണ്, ഇന്ത്യയിലെ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ആർക്ക് മാത്രം പറ്റില്ല,
ഫോറിനേഴ്സിന് പറ്റില്ല. അപ്പം NBSനെ കുറിച്ച് ഇനി എന്ത് ബേസിക് അല്ലെങ്കിൽ എന്ത് ന്യൂസ് നിങ്ങൾ പത്രത്തിൽ കണ്ടാലും ശ്രദ്ധിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഇവിടെ ഒരു ക്ലൂ സഹിതം, ഒരു ഇമേജ് ക്ലൂ സഹിതമാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. Which of the following Ramsar sites is an oxbow lake located on the southern edge of river Ganga? പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ UPSC ചോദിക്കുമോ എന്ന്. അങ്ങനെ ഡൗട്ട് അടിക്കുന്നവർ പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻസ് കാണാത്തവരാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം റാംസാർ സൈറ്റ്സിനെ വെച്ച് ഇത്രയും കൂടുതൽ ചോദ്യങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് UPSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റാംസാർ സൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ്. എന്താണ് റാംസാർ സൈറ്റ്സ് എന്നൊന്നും ഞാൻ എടുത്ത് പറയാൻ പോകുന്നില്ല. റാംസാർ കൺവെൻഷനൊക്കെ എല്ലാവരും പഠിക്കുന്നതാണ്. എൻവയോൺമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ എന്തായാലും റാംസാർ കൺവെൻഷൻ പഠിക്കുന്നുണ്ട്. സോ ഇന്ത്യയിലെ റാംസാർ സൈറ്റ്സ് ഫ്രീക്വൻലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയതായിട്ട് വരുന്നതും തൊട്ട് മുമ്പ് വന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് എപ്പോഴും 2 മാർക്ക് തരാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, അതിനകത്തൊക്കെ ഒരു റാംസാർ സൈറ്റ് കടന്നു വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ ചോദ്യം ഈ റാംസാർ സൈറ്റുകളിൽ ഏതാണ് ഒരു ഓക്സ്ബോ ലേക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ ഓക്സ്ബോ ലേക്ക് എന്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക് ജിയോഗ്രഫിയിലേക്ക് പോയി വാട്ട് ഈസ് ഓക്സ്ബോ ലേക്ക് എന്നുള്ള ബേസിക് ജിയോഗ്രഫിയുടെ ആ കാര്യം, ആ കോൺസെപ്റ്റ് എന്താണ്, ആ ഡെഫിനിഷൻ എന്താണ്, അതൊന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് അഫെയറിൽ നിന്നും സ്റ്റാറ്റിക് പോർഷനും കൂടെ പഠിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് പഠിച്ചാലേ എപ്പോഴും നമുക്ക് ഗുണം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഇതും കൂടെ തന്നിട്ടുണ്ട്. ലൊക്കേറ്റഡ് ഓൺ ദി സദേൺ എഡ്ജ് ഓഫ് റിവർ ഗംഗ. റിവർ ഗംഗയുടെ സദേൺ എഡ്ജിലുള്ള ഓക്സ്ബോ ലേക്ക് ഏതാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അവിടെ ഒരു ക്ലൂ എന്താ? നമുക്കവിടെ ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഗംഗ ഒഴുകുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള, അതായത് ഇവിടുന്ന് ഗംഗോത്രിയിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകുന്ന വഴിക്ക്, എവിടെ ബംഗാൾ വരെ ഒഴുകുന്ന വഴിക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പെടുന്ന എന്തായിരിക്കും? ഒരു വെറ്റ്ലാൻഡ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 4 ഓപ്ഷനിലുള്ള വെറ്റ്ലാൻഡ്സും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നൊരു ഐഡിയ നമുക്കുണ്ടാവണം. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം റാംസാർ സൈറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുന്നവർക്ക് നമുക്ക് ഇരിക്കേണ്ടി വരും. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, 2025 നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. 2025 റാംസാർ സൈറ്റ്സിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ള എല്ലാ സൈറ്റുകളുടെയും ബേസിക് നോട്ടൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ റാംസാറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കെങ്കിലും പോയാൽ മതി, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ കയറിയാലും മതി. രണ്ടിലും കയറിയിട്ട് ബേസിക് ഏത് സംസ്ഥാനത്താണ്, എന്തെങ്കിലും അതിന് പ്രത്യേകതയുണ്ടോ? ഫോർ എക്സാമ്പിൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, UPSC പ്രിലിംസിലാണ്, ഇതിലേതാണ് ഒരു മാൻമെയ്ഡ് ലേക്ക് എന്നും പറഞ്ഞിട്ട് ചോദിച്ചു. എന്നിട്ട് ആൻസർ കൊടൈക്കനാൽ ലേക്കാണ്. അതേപോലെ ഹരിക്കെ വെറ്റ്ലാൻഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ വർഷം ലിസ്റ്റിൽ കയറിയിട്ടുള്ള റാംസാർ സൈറ്റ്സിൻ്റെ ലിസ്റ്റിൽ കയറിയിട്ടുള്ള വെറ്റ്ലാൻഡ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഏത് സ്റ്റേറ്റിലാണ്, എന്തെങ്കിലും റിവറുമായിട്ട് അതിന് ബന്ധമുണ്ടോ, എന്തെങ്കിലും വേറെ പ്രത്യേകതയുണ്ടോ, ലൈക്ക് ഒരു ഓക്സ്ബോ ലേക്ക് ആണോ, അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് റിസർവോയർ ആണോ, അങ്ങനത്തെ ബേസ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇത്ര നോക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിൽ ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടിക്കാൻ നോക്കും. സോ ഇവിടുത്തെ ആൻസർ ആർക്കും അറിയാനൊരു ചാൻസ് ഇല്ല. അറിയാവുന്നവർ വളരെ സൂപ്പറാണെന്ന് ഞാൻ പറയും. ദി ആൻസർ ഈസ് ഗോകുൽ ജലാശയ്. ഗോകുൽ ജലാശയാണ് ആൻസർ. നമുക്ക് ഓരോന്നും നോക്കാം എവിടെയൊക്കെയാണ്. ഗോകുൽ ജലാശയ് ഇൻ ബക്സർ, ബീഹാർ. സ്വാഭാവികമായിട്ടും ഗംഗ ഒഴുകുന്നുണ്ട്. ഓപ്ഷൻ ബി കീച്ചൻ വെറ്റ്ലാൻഡ്, സോറി ഇവിടെ വെസ്റ്റ്ലാൻഡ് എന്ന് എഴുതിയിരിക്കും, ഇറ്റ്സ് വെറ്റ്ലാൻഡ്. കീച്ചൻ വെറ്റ്ലാൻഡ് ഈസ് ഇൻ താർ ഡെസേർട്ട്, രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലാണ്, ഗംഗ ഒഴുകുന്നില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ തവ റിസർവോയർ, ഇറ്റ്സ് എ മാൻമെയ്ഡ് വെറ്റ്ലാൻഡ്. സത്പുര ടൈഗർ റിസർവിലുള്ള മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആണ് ഏത്? തവ റിസർവോയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്. കണ്ടോ, അവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയാൻ, മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്, അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ തന്നെ അത് ടൈഗർ റിസർവിലായതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നു. സോ തവ റിസർവോയർ ഈസ് എ മാൻമെയ്ഡ് റിസർവോയർ ഇൻ സത്പുര ടൈഗർ റിസർവ് ഓഫ് മധ്യപ്രദേശ്. ആൻഡ് മിനാർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് is a freshwater monsoon wetland complex formed by 3 ponds in Rajasthan. അതും രാജസ്ഥാനിലാണ്. അപ്പോൾ കീച്ചനും മീനാറും എവിടെയാണ്? രാജസ്ഥാനിലാണ്. മീനാർ ഫോം ചെയ്യുന്നത് 3 പോണ്ടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു കോംപ്ലക്സ്, വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് മീനാർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ്. തവ ഒരു മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്. ആൻഡ് അവർ ആൻസർ ഈസ് ഗോകുൽ ജലാശയ്. കണ്ടോ, ഓക്സ്ബോ ലേക്കിൻ്റെ ഷേപ്പ് കണ്ടോ,
ഓക്കെ. സോ എല്ലാവരും ഈ വർഷം 2025 ലിസ്റ്റിൽ കയറിയിട്ടുള്ള റംസാർ സൈറ്റ്സിനെ കുറിച്ച് ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് നോക്കി വെക്കണം. ആൻഡ് ഒരു എക്സ്ട്രാ ഫാക്റ്റും കൂടെ തരുന്നുണ്ട്. തമിഴ്നാട് ഹാസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് റംസാർ സൈറ്റ്സ്. പലരും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാൽ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ്സ് ഉള്ളത്. 20 റംസാർ സൈറ്റ്സ് ഉണ്ട്. അതിനുശേഷം യു പി 10 റംസാർ സൈറ്റ്സുമായിട്ട് യു പി ഉണ്ട്. സോ ഈ ഫാക്റ്റും കൂടെ ഓർമ്മയിൽ വെക്കുന്നത് വളരെ അടിപൊളിയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നാഷണൽ ഇ ഗവേണൻസ് സർവീസസ് ലിമിറ്റഡ് ഈസ് ആൻ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ. ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷന് കീഴിലുള്ള ഇൻഫോർമേഷൻ യൂട്ടിലിറ്റിയാണ് NESL എന്ന് പറയുന്നു. ഈ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയും. അപ്പോൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വ്യക്തി ഇതിനെ എലിമിനേറ്റ് ചെയ്യും. എന്തുകൊണ്ട് എന്ന് ഫാക്ട് ബോക്സ് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയിരിക്കും. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the primary role of NESL is to serve as a repository of legal evidence holding the information pertaining to any debt as submitted by the financial creditor and authenticated by parties to debt. So NESLന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റുകളെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷന്റെ റെപ്പോസിറ്ററി ആണ്. അതായത് ഡെറ്റുകളെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു റെപ്പോസിറ്ററി. അതായത് ഇന്ന ആൾക്ക് ഇത്ര കടം വീട്ടാനുണ്ട് എന്നുള്ള കടം കൊടുത്തയാളും കടം വാങ്ങിച്ചയാളും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള റെപ്പോസിറ്ററിയാണ് NESL എന്ന് പറയുന്നു. അപ്പോൾ പേര് ഞാൻ പറഞ്ഞില്ല, ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി. ഇൻഫോർമേഷൻ യൂട്ടിലിറ്റിയാണ്. കാരണം എന്തുകൊണ്ടാണ് അതിന് ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്? അത് ഇങ്ങനത്തെ ഇൻഫോർമേഷൻ്റെ ഒരു റെപ്പോസിറ്ററി ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ. കടം മേടിച്ച് കൊടുക്കാതിരിക്കുന്ന ആ ഒരു ഡെറ്റിന്റെ ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി ആയിട്ട് NESL വർക്ക് ചെയ്യുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും അതിനകത്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒന്നും കിടപ്പില്ല. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താ എലിമിനേറ്റ് ചെയ്യാൻ കിടക്കുന്നത്? അതിനകത്ത് എലിമിനേഷന്റെ സ്കോപ്പ് ഭയങ്കര കുറവാണ്. ഇനി വേണമെങ്കിൽ പറയാം സബ്മിറ്റഡ് ബൈ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്നും ഒത്തന്റിക്കേറ്റഡ് ബൈ പാർട്ടീസ് ടു ഡെറ്റ് എന്നും പറയുന്നത് അതിനകത്ത് തെറ്റ് വരാം. നിങ്ങൾ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കൂ. അതായത് ആ ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ആരാ? ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. അതായത് കടം കൊടുത്തയാൾ ഇൻഫോർമേഷൻ കൊടുക്കുന്നു, എനിക്കിങ്ങനെ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്. അതായത് കടം മേടിച്ചയാൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, എനിക്ക് കടം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എവിടെ തെറ്റ് വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് റെപ്പോസിറ്ററി ഓഫ് ലീഗൽ എവിഡൻസ്. അതായത് ലീഗലി ഉള്ള സാക്ഷ്യപത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ സാക്ഷ്യപത്രമാണെന്നുള്ള സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. കാരണം എന്താ? കൊടുത്തയാളും സമ്മതിക്കുന്നുണ്ട്, മേടിച്ചയാളും സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം നമ്മളെ സ്റ്റേറ്റ്മെന്റ്സിന് ഒന്ന് അനാലിസിസ് നടത്താൻ. നമുക്കൊരു ഫാക്ട് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒക്കും. നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഗുണം കിട്ടും എന്നുള്ളത്. ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ആദ്യം സെറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഫുള്ളായിട്ട് പാളിപ്പോകുന്നുണ്ടെങ്കിൽ മാറ്റണം. അത് ഒന്നും രണ്ടും ടെസ്റ്റ് ചെയ്തിട്ടല്ല സ്ട്രാറ്റജീസ് മാറ്റേണ്ടത്. കുറച്ചധികം ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവണം. സ്ട്രാറ്റജീസിന്റെ പ്രശ്നം അതാ. ഒരു തവണ ചെയ്ത് ശരിയായില്ലെങ്കിൽ നമ്മൾ ഉടനെ സ്ട്രാറ്റജി മാറ്റും. അത് പറ്റില്ല. നമ്മൾ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 ടെസ്റ്റ് വരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. 100% ഫോളോ ചെയ്യണം. ഇനി തിരിച്ച് നമുക്ക് ഫാക്ട് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാലോ, NESL is India's first information utility and is registered with Insolvency and Bankruptcy Board of India. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് നമ്മൾ ആദ്യമായിട്ട് വിശദമായിട്ട് കേൾക്കുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വന്നപ്പോഴാണ്. IBC 2016 വരുമ്പോഴാണ് നമ്മൾ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി എന്നുള്ള വാക്കിനെ കുറിച്ച് UPSC ആസ്പിറൻസ് ഇത്രയധികം അറിയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റിയാണ് NESL. ആൻഡ് NESL രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിന് കീഴിലാണ്. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ ലീഡിംഗ് ബാങ്ക്സ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഫിനാൻസ് പരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ NESL എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ്റെ കീഴിലല്ല. ക്ലിയർ ആയല്ലോ? സോ അവർ റൈറ്റ് ആൻസർ ഈസ് 2 only. 2 only എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ടേം ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് റിലേറ്റഡ്? 4 ഓപ്ഷൻസിൽ ഏതുമായിട്ടാണ് ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് എന്ന പദം ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇത് പത്രത്തിൽ നിന്നും നിങ്ങൾ കണ്ടിരിക്കണം. പത്രത്തിൽ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പത്രവായന ശരിയല്ല എന്നാണ് അതിനർത്ഥം. ഓപ്ഷൻസ് നോക്കൂ. ദി പ്രഷർ ഗ്രൂപ്പ്സ് ദാറ്റ് അലൈൻസ് അഗൈൻസ്റ്റ് ക്യാപിറ്റലിസം. ഓപ്ഷൻ ബി, എ സ്പെസിഫിക് ക്ലാസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എൻഡമിക് ടു ദി വെസ്റ്റേൺ ഗാട്സ്. ഓപ്ഷൻ സി, എ ടൈപ്പ് ഓഫ് വോൾക്കാനോ സെഡിമെന്ററി റോക്സ്. ഓപ്ഷൻ 4, ഓപ്ഷൻ ഡി, എ പ്രോട്ടീൻ മാർക്കർ യൂസ്ഡ് ഇൻ ദി ഏർലി ഡിറ്റക്ഷൻ ഓഫ് ലിവർ ഡിസീസ്. ഒരു മാർഗവുമില്ല. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, ഫാക്ട് അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, പലരും സൂപ്പർ ടഫ് എന്ന് കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ബട്ട് നിങ്ങളൊരു റെഗുലർ പത്രവായനക്കാരനാണെങ്കിൽ 3 സെക്കൻഡിനുള്ളിൽ തീരേണ്ട ഒരു ചോദ്യമേ ഉള്ളൂ. കാരണം ആ ഓപ്ഷനിലേക്ക് കണ്ണടക്കാൻ എടുക്കുന്ന 3 സെക്കൻഡും ക്വസ്റ്റ്യൻ വായിക്കാൻ എടുക്കുന്ന 2 സെക്കൻഡും ഇത്രയും കൂടെ ചേർത്തിട്ട് 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് ഏത് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വന്നേക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. It is related to recent Haryana's government's order relating to Aravallis. So Aravalli mountain rangesുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് ഹരിയാന സർക്കാരിന്റെ ഒരു ഓർഡർ ഉണ്ട്. അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളത്. എന്താ ഹരിയാന സർക്കാരിന്റെ ഓർഡർ? അതായത് ആരവലീസിലെ ഇത്ര മീറ്റർ ഹൈറ്റും ഇത്ര എനിക്ക് 100 മീറ്റർ ഹൈറ്റും എത്രയോ ബില്യൺ ഇയേഴ്സിന്റെ പഴക്കവും ഉള്ള റോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ആരവലീസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നാണ് സർക്കാരിന്റെ പുതിയ ഓർഡർ. സോ ബേസിക്കലി അതെന്താണ്? ഈ ആരവലി റേഞ്ചിന്റെ പല സ്ഥലങ്ങളും ഇടിച്ചു നിരത്താനുള്ള ഒരു വഴി അത് തുറന്നു തരും. മനസ്സിലായില്ലേ? അതായത് ഒരു പുതിയ കാലഘട്ടം, അതായത് ആരവലീസ് ഓൾഡ് മൗണ്ടൻസ് ആണല്ലോ, അതിനകത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റോക്സിനെക്കാട്ടിലും പഴക്കം ചെന്ന റോക്സിനെയാണ് ഈ ഹരിയാന സർക്കാർ കൺസിഡർ ചെയ്യുന്നത്. സോ ആരവലീസിനകത്ത് ഏറ്റവും പഴയതും അതിന് തൊട്ട് മുമ്പുള്ളതും അതിന് പിന്നീടുള്ളതും ഉണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വണ്ണിനെ ഇതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഈ ഹരിയാന റീജിയനിലാണ് ഇത് വരുന്നത്. ഡൽഹി ഹരിയാന റീജിയനിലാണുള്ള ആരവലീസിലെ മൗണ്ടൻസിനെ ഇടിച്ചു നിരത്താൻ കാരണമായേക്കാവുന്ന ഒരു ഓർഡറാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും വാട്ട് ഈസ് ദാറ്റ് എന്ന്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ ടൈപ്പ് ഓഫ് വോൾക്കാനോ സെഡിമെന്ററി റോക്സ്. അപ്പോൾ ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വോൾക്കാനോ സെഡിമെന്ററി റോക്സ് ആണ്. അതിന് പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫാക്ട് ബോക്സ്. ഇറ്റ് ഈസ് 10 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 10 കിലോമീറ്റർ തിക്ക് സീക്വൻസ് ഓഫ് ടൈപ്പ് ഓഫ് വോൾക്കാനോ സെഡിമെന്ററി റോക്സ് ഫൗണ്ട് ഇൻ northeast and southwest trending belts within the Aravalli mountain range. അപ്പോൾ ആരവലി മൗണ്ടൻ റേഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വോൾക്കാനോ സെഡിമെന്ററി റോക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റഫ്ലി 1.7 to 1.4 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. മനസ്സിലായി? അത്രയും ബില്യൺ ഇയേഴ്സിന്റെ പഴക്കമുള്ള ആ ടൈപ്പ് ഓഫ് റോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൽഹി സൂപ്പർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ആരും തെറ്റിക്കരുത്.